ദുബായിൽ നാട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്ന കാര്യം വളരെ സിമ്പിളാണ്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര രൂപയാവും? എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ് ലാൻഡ് ക്രൂയിസർ. ഇവിടെ അതിന് 70 ലക്ഷം രൂപയും നാട്ടിൽ അതിന് 2.5 കോടി രൂപയാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ള വണ്ടിയാണ് ഡോട്ട് ചലഞ്ചർ. ഡോട്ട് ചലഞ്ചറിന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഒരു ഡീലർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ദുബായിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാന്നുള്ളൊരു ഒറ്റ ഓപ്ഷനുള്ളൂ നമ്മുടെ മുമ്പിൽ. 33 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടുള്ള ഒരു ഫോറിൻ കാർ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ കുറഞ്ഞ നമുക്ക് 100% ടാക്സ് കൊടുക്കും. അതായത് ദുബായിൽ 40 ലക്ഷം രൂപ വിലയുള്ള ഡോട്ട് ചലഞ്ചർ നമ്മുടെ ഇന്ത്യയിൽ എത്തണമെങ്കിൽ 60% കസ്റ്റം ഡ്യൂട്ടിയും 43% GSTയും 20% രജിസ്ട്രേഷൻ ഫീസും ബാക്കി അതിൻ്റെ കൂടെ 10 ലക്ഷം രൂപ അതിൻ്റെ ഹാൻഡ്ലിംഗ് ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. 160% ടാക്സോട് കൂടിയ വണ്ടിയുടെ ബേസ് പ്രൈസ് കൂടുന്നത് 1.1 CR ആണ്. അതായത് 1,10,00,000 രൂപ. ഇതുകൊണ്ട് മാത്രം തീർന്നില്ല. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് ഡോട്ട് ചലഞ്ചർ. അത് റൈറ്റ് ഹാൻഡ് സൈഡ് ആക്കണമെങ്കിൽ ശ്രീലങ്കയിലുള്ള ഓട്ടോ ഗ്രൂപ്പ് ഇന്റർനാഷണൽ കൊണ്ടുപോകണം. അവിടെ ഏകദേശം 15 ലക്ഷം രൂപ വീണ്ടും ചിലവുണ്ട്. അതിനുശേഷം അവിടുന്ന് വീണ്ടും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും നമ്മളൊരു 15 ലക്ഷം രൂപ ഇറക്കണം. അവിടെ എത്തിയിട്ട് നമ്മൾ ഇൻഷുറൻസ് ടാക്സ് എന്ന് പറഞ്ഞ് വീണ്ടും നമ്മൾ ചിലവ്. അങ്ങനെ നമ്മുടെ ചിലവായി നമ്മുടെ കയ്യിൽ എത്തുന്ന വണ്ടിയുടെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് 1.5 CR, അതായത് 1,50,00,000 രൂപയാവും. 40 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയുടെ വില 1,50,00,000 രൂപയാവും. ഇപ്പോൾ മനസ്സിലായോ വെളിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു വണ്ടി ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്ര എളുപ്പമാണ്?